ഞാനൊരാളെ വിളിക്കാൻ പോയതാണ്. മാഡത്തിന് വിളിക്കാനൊക്കെ പോകണമെന്നാലേ മാഡം വരുള്ളൂ. ഉടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പറയ് മാഡത്തിൻ്റെ കമ്മൽ നോക്കൂ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണല്ലേ? അല്ലേ? ഹാപ്പി ഓണം പറയ്. ഹാപ്പി ഓണം ഗൈസ്. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളത് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ മാവേലിയൊക്കെ റെഡിയാക്കി തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പൂക്കളും മാവേലിയും കൂടെ വെക്കാന്നുള്ള പ്ലാനിലാണ്. രാവിലെ നേരത്തെ എണീക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു, കിടന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ അടുക്കളയിലെ ബഹളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ പൂക്കളിടാനുള്ള കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതൊരു കവറൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഇത് എവിടേക്കാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാടം. ബാക്ക് സൈഡാണ്, വീടിൻ്റെ ബാക്കിൽ ഫുള്ള് പാടങ്ങളാണ്. അങ്ങനെ അവരുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു മുഖത്ത് സൂര്യൻ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു കുറച്ച് വൈറ്റമിൻ ഡിയും കൂടെ കിട്ടിക്കോട്ടെ എന്ന്. എനിക്കൊരു പ്രശ്നമുണ്ട്, വെയിലടിച്ചാൽ എനിക്ക് 2-3 വട്ടം തുമ്മൽ ഉണ്ടാവും. അപ്പോൾ അലർജീൻ്റെ ഇഷ്യൂ ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളത് ഈ ഒരു ഐറ്റം വലിക്കാനാണ് വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ആകെ 2-3 പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പച്ച കളറും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിത് ഇത് വലിക്കാനാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് പോയി വലിച്ചിട്ട് ഞാൻ തന്നെ പൂക്കൾ ഇടുന്നത്. കാരണം പണ്ടെന്ന് വെച്ചാൽ ചേച്ചിമാർ ആരെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് തരുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വലിച്ചു തരുമായിരുന്നു. ഇത് ഞാൻ തന്നെ പോയി വലിക്കാമെന്ന് വിചാരിച്ചു, കാരണം വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതായി വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മതായി മാവേലിയൊക്കെ എടുത്ത് ഇങ്ങനെ വലം വയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വട്ടം ഒരുപാട് പൂക്കൾ വാങ്ങിച്ച് നശിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇത്തവണ കുറച്ച് പൂക്കൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2-3 ടൈപ്പ് വള മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലമൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ മാവേലി അതിൻ്റെ സെൻട്രൽ പോർഷനിൽ വെച്ചിട്ടുണ്ട്. അരിമാവ് കൊണ്ടുള്ള കോലം പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് പൂക്കളിടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്ത് അവസാനം തട്ടിക്കൂട്ടൊരു പൂക്കളാക്കി ഫ്രണ്ടിലും കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവക്കോടെ ഷേക്കായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതും കുടിച്ച് ഞാൻ നേരെ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാനിടുന്ന കോസ്റ്റ്യൂം. ഇത്തവണ ഫുള്ള് ബ്ലാക്ക് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്കിനെ ഞാൻ എൻ്റെ ഒരു സ്കേർട്ടിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുകയാണ്. പിന്നെ ഞാൻ മാത്രം ഒരുങ്ങിയാൽ മതിയാവില്ലല്ലോ. ഇത് നമ്മുടെ കുരുപ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. അവൾക്കും ഞാൻ സെയിം ബ്ലാക്ക് തന്നെയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്കേർട്ടും കസവിൻ്റെ കുറച്ചൊരു ഡിസൈൻസ് വരുന്ന ഒരു സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഉച്ചക്കേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാൽപ്പായസം അല്ല അടപ്പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അവരവിടെ തേങ്ങാപ്പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പായസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ 2 കിച്ചണിലും ആൾക്കാരായതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നു. കാരണം എൻ്റെ പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ആരും പാടില്ല. അവസാനം ഞാൻ ഇഷ്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു സ്റ്റൈലിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഏതാണെന്ന് കാണിച്ചു തരാം. അമ്മ എന്നോട് ഈ കറി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഇത് ഇത്തിരി എളുപ്പമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന്. കാരണം ഇല്ലയെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കറികളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഈസിയുള്ള ചെയ്യുന്നതല്ലേ. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വേപ്പില, അതുപോലെ പച്ചമുളക് 2 ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസുള്ളൊരു സവാളയും അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കണം. വേവിച്ച് നന്നായിട്ട് ഉടച്ചിട്ട് വേണം വെക്കാൻ. അപ്പോൾ 2 വെളുത്തുള്ളിയല്ല 2 വെല്ലുള്ളി കൂടെ ഞാൻ സവാള കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് തേങ്ങാപ്പാൽ. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 2-ാം പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ ഒന്ന് വേവാൻ. നല്ല രീതിക്ക് വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴഞ്ഞ പരുവത്തിലാകാൻ വേണ്ടി നമ്മൾ ആദ്യം ഒഴിക്കുന്നത് 2-ാം പാലാണ്. പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ എനിക്ക് ആവശ്യമായ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ എങ്ങനെ ഇടക്കിടക്ക് ടേസ്റ്റൊക്കെ നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊക്കെ വരുമ്പോൾ നല്ല രീതിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മത്തനും പയറും ഇട്ടിട്ടൊരു കറിയുണ്ട്, അതുണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ 1-ാം പാൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പരിപാടി ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണേൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണേൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് മാവേലിക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒരു പ്ലേറ്റിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില നാട്ടിൽ നമ്മൾ നോണൊക്കെ ഓണത്തിന് വെക്കുന്നത് കേൾക്കാറുണ്ട്, പക്ഷേ പാലക്കാട് നമ്മൾ നോൺ വെക്കാറില്ല. ഈ 3 അല്ലെങ്കിൽ 4 ഓണം കഴിയുന്നവരെ നമ്മൾ നോണൊന്നും വെക്കാറില്ല. അങ്ങനെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിയൽ, കൂട്ടുകറി, മസാലക്കറി, ചിലതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ സാമ്പാർ, രസം, 2 പായസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു. മാവേലിക്ക് കൊടുത്ത ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. പിന്നെ എന്തായാലും അച്ഛൻ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാണ് ഇത്ര നേരം.
പിന്നെ ഇതേ നമ്മുടെ മെയിൻ ഗസ്റ്റ് ഇതേ കമ്മലൊക്കെ ഇട്ട് ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം ഫുഡ് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊതുവേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാറില്ല. ഇങ്ങനെ വല്ല ഓണോ വിഷുവൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാറുള്ളൂ. അപ്പോൾ ഉത്രാട ദിവസത്തിൻ്റെ പരിപാടികൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് തിരുവോണ ദിവസമാണ്. ചേച്ചി ഇന്ന് ലീവായിരുന്നു. അങ്ങനെ അതേ അമ്മയും മോളും ഡ്രസ് കോഡിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അവസാനം നമ്മളത് നെറ്റിച്ചുട്ടേക്ക് വെച്ച് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് അഴിക്കാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐശുവിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്ത് ഇനി ആളെ എന്താ വിളിക്കണ്ടേ? അത് കഴിഞ്ഞതാ അപ്പോൾ സദ്യകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. വെറൈറ്റി കറികൾ 1, 2. ഏതാണ്? കാളൻ 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 ബീട്രൂട്ട്. ഇതാ നിനക്കില്ലാത്ത ബീട്രൂട്ടോ. ഇതാ അമ്മ ബീട്രൂട്ടുമായി വരുന്നു. ബീട്രൂട്ട് എനിക്കൊരു വർഷത്തേക്ക് ബീട്രൂട്ടില്ല. മതിയാ വ്ളോഗ്. ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ കമ്മൽ നോക്കൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ബൈ പറ. ബൈ.